അജാനൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇതിലേറ്റവും പ്രധാനം മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാലിന്യങ്ങൾ കുഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് മഴ പെയ്ത് വെള്ളം കെട്ടി വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. മഴ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ, മറ്റ് വയറിലായിട്ടുള്ള പനി കാര്യങ്ങളൊക്കെ വ്യാപകമായിട്ട് വരും. അപ്പോൾ ഇത് ഈ മാലിന്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിനകത്ത് മാലിന്യമുക്തമാക്കണമെന്നുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരും പഞ്ചായത്തും ഒക്കെ നേരത്തെ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ക്ലീൻ കേരള അതുപോലെ തന്നെ ക്ലീൻ അജാനൂർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെ അജാനൂർ പഞ്ചായത്തിനകത്ത് നടത്തുന്നത്. അതുകൊണ്ടാണ് ക്ലീൻ അജാനൂർ എന്നുള്ള പ്രഖ്യാപനം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ മാലിന്യത്തിൻ്റെ ഇങ്ങനെ വലിച്ചെറിയുന്നതും കുഞ്ഞുകൂടുന്നതും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ചില ആളുകൾ മറ്റേ വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി വഴിയോരങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വളപ്പിലേക്കും വലിച്ചെറിയുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴും വ്യാപകമായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി 15-ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ കുശവൻകുന്നിൽ നിന്നും ആരംഭിച്ചു. കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി രാഘവൻ, മുൻ പഞ്ചായത്ത് അംഗം കെ മീന എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പി സ്നേഹ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.